ബഹിരാകാശത്ത് ഇന്ത്യയിലെ ജീവന്റെ ആദ്യ തുടിപ്പ്. സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം ISRO ബഹിരാകാശത്തേക്കയച്ച പയർവിത്തുകളിൽ ആദ്യത്തെ ഇലകൾ വന്നു. ഇസ്രോ ഈ സന്തോഷം 140 കോടിയിലേറെ വരുന്ന ഇന്ത്യൻ ജനതയെ എക്സിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ലോകമെങ്ങുമുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞർക്കും ശാസ്ത്രകുതകികൾക്കും ആവേശം പകരുന്ന വാർത്ത കൂടിയാണത്. ഇസ്രോയുടെയും 140-ലേറെ കോടി വരുന്ന ഇന്ത്യക്കാരുടെയും പ്രതീക്ഷകൾക്ക് ചിറകുവെച്ച് ക്രോപ്സ് പേലോഡിന്റെ പയർവിത്തുകൾ ഇലകൾ വിരിഞ്ഞു എന്നാണ് ഇന്ന് ജനുവരി 6-ന് ISROയുടെ പുതിയ അറിയിപ്പ്. ക്രോപ്സ് പേലോഡിൽ നിന്ന് തല ഉയർത്തി നോക്കുന്ന പയറിലകളുടെ ചിത്രം സഹിതമാണ് ട്വീറ്റ്. ISRO സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം 2024 ഡിസംബർ 30-ന് വിക്ഷേപിച്ച PSLV-C-60 റോക്കറ്റിലെ ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മോഡ്യൂൾ അഥവാ POEM-4-ൽ ഘടിപ്പിച്ചിരുന്ന പേലോഡുകളിൽ ഒന്നിലായിരുന്നു 8 പയർവിത്തുകളുണ്ടായിരുന്നത്. ബഹിരാകാശ പഠന രംഗത്ത് ഇന്ത്യക്ക് മറ്റൊരു അഭിമാന നിമിഷമാണത്. മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് സസ്യങ്ങൾ വളരുക എന്ന് പഠിക്കാനായിരുന്നു ഇസ്രോയുടെ പരീക്ഷണം. ബഹിരാകാശത്തേക്കയച്ച 4-ാം ദിനം ഈ വിത്തുകൾ മുളച്ചതായി ആദ്യ സന്തോഷ വാർത്ത ഇസ്രോ 2025 ജനുവരി 4-ന് അറിയിച്ചിരുന്നു. ഇവക്കിലകൾ ഉടൻ വിരിയുമെന്ന പ്രതീക്ഷയും അന്ന് ഇസ്രോയുടെ ട്വീറ്റിലുണ്ടായിരുന്നു. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് ഈ ക്രോപ്സ് പേലോഡ് നിർമ്മിച്ചത്. ക്രോപ്സ് പേലോഡിലെ പയർവിത്തുകളുടെ വളർച്ച അളക്കാനും രേഖപ്പെടുത്താനും ഹൈ റെസല്യൂഷൻ ക്യാമറ അടക്കം ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്യാമറയാണ് ഇലകൾ വിരിഞ്ഞ പയർവിത്തുകളുടെ ചിത്രം പകർത്തിയതും.